ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ്. കുക്കർ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഡാൽഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കഴുകി വെച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡാൽഡയിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു സ്മെല്ലുമാണ് ഇട്ടത്. അപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നെയ്യിൽ നിന്നും കോരി മാറ്റിയാണ്. എന്നിട്ട് ആ ഡാലിൽ തന്നെ നമുക്ക് സവാളയും കൂടെ ചേർക്കാം. അപ്പോൾ അതാ 4 ചെറിയ സവാള ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഏലക്കയും പട്ടയും ഗ്രാമ്പും ബേ ലീഫും കുരുമുളക് പൊടിക്കാത്ത കുരുമുളകും കൂടെ അങ്ങനെ ചേർത്തിട്ടൊന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 4 വലിയ തക്കാളിയും 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഈ നെയ്യിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പിന്നെ ഇതിലേക്ക് ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഒരു 2 വിസിൽ വരെ ഒന്ന് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ 2 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിൽ പ്രഷർ പോയതിന് ശേഷം ഇതാ തുറക്കാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.